ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ബിടെക് 2024 സ്കീമുകാർക്ക് ചലഞ്ച് കോഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും പിന്നെ അത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമോ, എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ്, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് പറയുന്നതാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ആദ്യമേ തന്നെ ചലഞ്ച് കോഴ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം S1-ലാണല്ലോ നിങ്ങൾ പഠിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ S3-ലെയോ S5-ലെയോ ഒക്കെ കോഴ്സ് എടുത്തിട്ട് നേരത്തെ തന്നെ വേണമെങ്കിൽ അതിന്റെ സെൽഫായിട്ട് പഠിച്ചിട്ട് പോയി എക്സാം എഴുതാം. അപ്പൊ അതിനെയാണ് ചലഞ്ച് കോഴ്സ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണോ എന്ന് ചോദിച്ചാൽ കുറച്ച് ബ്രില്യൻ സ്റ്റുഡൻസ്, അത്യാവശ്യം നല്ലോണം ഇത് സ്വയം പഠിക്കാന്നുള്ള ഒരു തിയറി സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെയൊക്കെ പഠിച്ച് എടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് S1-ന്റെ ടൈമിൽ തന്നെ മനസ്സിലായി കാണും, ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നതും നിങ്ങൾ അതിന്റെ തലേദിവസം യൂട്യൂബ് ചാനൽ കണ്ട് പഠിക്കുന്നതും ഒക്കെ അതുപോലാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോഴ്സ് എല്ലാം എടുത്ത് നോക്കാം. അപ്പം അതാണ് ചലഞ്ച് കോഴ്സ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ആദ്യത്തെ അഡ്വാൻറ്റേജ് ആണ് ഫാസ്റ്റ് ട്രാക്കിംഗ് അക്കാഡമിക് പ്രോഗ്രസ്. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ S1-ൽ ഇരുന്നുകൊണ്ട് തന്നെ S5-ൽ ഒരു സബ്ജക്ട് പഠിക്കുവാണെങ്കിൽ ആ ഒരു സെമസ്റ്ററിലെ അത്രയും ഒരു സെമസ്റ്റർ ലോഡ് കുറയുമല്ലോ. അപ്പൊ അതിനെയാണ് ഈ ഫാസ്റ്റ് ട്രാക്കിംഗ് അക്കാഡമിക് പ്രോഗ്രസ് കൊണ്ടുള്ളത് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഒരു അഡ്വാൻറ്റേജ് ആണ് എലിജിബിലിറ്റി ഓഫ് 1 ഇയർ ഇന്റേൺഷിപ്പ്. അതെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് S7 S8 ആവുന്ന ടൈമിൽ S8-ല് നമുക്ക് ഇന്റേൺഷിപ്പ് പോകാൻ പറ്റും. അപ്പൊ അത് 6 മാസത്തെ ഇന്റേൺഷിപ്പ് ഒക്കെയാണ്. അത് നമ്മളൊരു കമ്പനി പോയി നിന്നിട്ട് അവർ ചിലപ്പം സ്റ്റൈപ്പൻഡ് ഉള്ള ഇന്റേൺഷിപ്പ് ഉണ്ട്, സ്റ്റൈപ്പൻഡ് ഇല്ലാത്തതുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് പോയി നിന്നൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു ഇന്റേൺഷിപ്സ്. അപ്പൊ എന്റെ ക്ലാസ്സിൽ നിന്നാണെങ്കിലും കുറെ പേര് ഇന്റേൺഷിപ്പിനൊക്കെ പോയിട്ടുണ്ട്. S8-ലായിരുന്നു നമുക്ക് ആ സംഭവം. അപ്പൊ ഇങ്ങനെ ഈ ചലഞ്ച് കോഴ്സ് നമ്മൾ നേരത്തെ എഴുതി വെക്കുവാണെങ്കിൽ നമുക്ക് 1 ഇയർ ഒരു ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി കിട്ടും. S1-ലും S7-ലും S8-ലും ആ ഒരു 1 ഇയർ ടൈമിൽ നമുക്ക് കോളേജിൽ നിന്ന് പഠിക്കണ്ട, നമുക്ക് പുറത്തു പോയി ഇന്റേൺഷിപ്പ് ചെയ്യാം. അതാണ് അടുത്ത ഒരു അഡ്വാൻറ്റേജ്. ഇനിയുള്ളതാണ് പ്രിപ്പറേഷൻ ഫോർ കോമ്പറ്റീറ്റീവ് എക്സാംസ്. അതായത് ഗേറ്റ്, GRE, CAT അങ്ങനത്തെ എക്സാം ഒക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മൾ നേരത്തെ തന്നെ ഇത് എഴുതി വെക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു ടൈമിൽ ഇങ്ങനത്തെ കോഴ്സിനൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ടൈം കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഗേറ്റും GREയും CAT ഒക്കെ കിട്ടുവാണെങ്കിൽ IIT, IIM അപ്പൊ അങ്ങനെയൊക്കെ പഠിക്കാൻ പോകുന്നവർക്കാണെങ്കിൽ അതൊക്കെ ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഇനിയുള്ളതാണ് ഓൺട്രപ്രണർഷിപ്പ്. ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതൊക്കെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആ ഒരു ടൈം നമ്മൾ ആ എഴുതി വെക്കുന്ന ഇപ്പൊ S7 S8 ആണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാം. ഓൺട്രപ്രണർഷിപ്പ്, ബിസിനസ് മൈൻഡുള്ള എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു ടൈം നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നൊരു കാര്യം, നമ്മൾ ഈ ചലഞ്ച് കോഴ്സ് മാക്സിമം 20 ക്രെഡിറ്റ്സിനുള്ളത് മാത്രമാണ് നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അതായത് നമ്മുടെ ബിടെക് കംപ്ലീറ്റ് ആവുന്നവരെ 20 ക്രെഡിറ്റ്സിന്റെ സബ്ജക്ട്സ് മാത്രമായിരിക്കും നമുക്ക് എഴുതാൻ പറ്റുന്നത്. പിന്നൊരു ഡിസഡ്വാൻറ്റേജ് ഇതിന് പറയാൻ എന്താന്ന് വെച്ചാല്, ഇപ്പൊ ബിടെക് ജസ്റ്റ് തട്ടിയും മുട്ടിയൊക്കെ പാസ് ആവുന്നവർ കാണുമല്ലോ. അപ്പൊ അവർക്ക് ഈ ഒരു സബ്ജക്റ്റും കൊണ്ട് വലിയ ഉപയോഗം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഈ ഒരു സംഭവം ചലഞ്ച് കോഴ്സ് നമ്മൾ എങ്ങനെ പാസ് ആവുന്നതെന്ന് വെച്ചാല്, ഈ ചലഞ്ച് കോഴ്സ് നമ്മൾ എഴുതിയിട്ട് നമുക്ക് C ഗ്രേഡ് ആ എക്സാമിന് കിട്ടിയാൽ മാത്രമേ നമ്മൾ അത് പാസ് ആയതായിട്ട് കൂട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അത് അവിടെ വെച്ച് ആ കോഴ്സ് ഡ്രോപ്പ് ആയി പോകത്തേ ഉള്ളൂ. പിന്നെ ആ ഡ്രോപ്പ് ആയി പോയാൽ ആ സബ്ജക്റ്റ് പിന്നെ നമുക്ക് ചലഞ്ച് കോഴ്സ് ആയിട്ട് എഴുതാൻ പറ്റത്തില്ല. ഇതിൽ സപ്ലി ഒന്നും വരത്തില്ല. നമ്മൾ ഈ ചലഞ്ച് കോഴ്സിന് തോക്കുവാണെങ്കിൽ നമ്മൾ റെഗുലർ എക്സാം എഴുതുമല്ലോ, അത് യൂണിവേഴ്സിറ്റി എക്സാം നമ്മൾ എന്തായാലും രജിസ്റ്റർ ചെയ്യണം. അപ്പൊ ആ യൂണിവേഴ്സിറ്റി എക്സാം ആയിട്ട് നമ്മൾ എഴുതിയാൽ മതി. ഈ ചലഞ്ച് കോഴ്സിന്റെ റിസൾട്ട് നമ്മളുടെ റെഗുലർ എക്സാമിന് മുന്നേ വന്നില്ലെങ്കിൽ നമ്മൾ ആ യൂണിവേഴ്സിറ്റി എക്സാം രജിസ്റ്റർ ചെയ്യേണ്ടി വരും. ഇനിയിപ്പോ ചലഞ്ച് കോഴ്സിന്റെ റിസൾട്ട് വന്നു, നമ്മൾ പാസ് ആവുകയാണെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാം എഴുതേണ്ട കാര്യമില്ല. പിന്നെ ഇതിന്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാല്, നമ്മൾ ഈ ചലഞ്ച് കോഴ്സിൽ എഴുതി ജയിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ SGPAയിലോട്ടോ CGPAയിലോട്ടോ ഇതിന്റെ ക്രെഡിറ്റ്സ് എടുക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഈ ചലഞ്ച് കോഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം അത്ര യൂസ്ഫുൾ ആണെന്ന്. കാരണം നമ്മളുടെ ഒരു SGPA CGPA ഇമ്പ്രൂവ് ആയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു എക്സാം എഴുതിയിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ അഡ്വാൻറ്റേജസ് ഉണ്ടല്ലോ, S7 S8 ഇതുപോലെ ചെയ്യാൻ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ മാത്രം ചലഞ്ച് കോഴ്സ് എടുത്ത് നേരത്തെ തന്നെ എഴുതി വെക്കുക. അല്ലാത്തവർക്ക് ഈ SGPA CGPA ഒക്കെ ഇമ്പ്രൂവ് ആയി, ഇപ്പം അബ്രോഡ് പോയി പഠിക്കാൻ ഒക്കെ ആഗ്രഹമുള്ളവരാണല്ലോ, അപ്പൊ അവർക്ക് 60% മാർക്ക് വേണം ബിടെക്കിന്. എന്നാലാണ് നമുക്ക് അബ്രോഡ് പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ വല്ലോ ഇപ്പൊ ഞാൻ ജർമ്മനിയുടെ കാര്യമൊക്കെ അന്വേഷിച്ചപ്പോൾ തന്നെ 60% എബോ ആണ്. എല്ലാ ഒരു ഏജന്റും 60% എബോ ആണ് ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ചലഞ്ച് കോഴ്സ് ഇങ്ങനെ പാസ്സായി നമ്മുടെ CGPAയിലോട്ട് ആഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് യൂസ് ഒന്നും ഉണ്ടാവത്തില്ല.
പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ ചലഞ്ച് കോഴ്സിന്റെ രജിസ്ട്രേഷൻ ഈ 15 വരെ ഉള്ളൂ. അപ്പൊ അതിന് മുന്നേ തന്നെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ ചെയ്യുക. അപ്പം ഇന്നത്തെ എന്റെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതുപോലുള്ള അപ്ഡേറ്റ്സ് ഞാൻ ഇനിയും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് കാണാൻ ഇതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. ബൈ.